ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുട്ട കൊണ്ട് നമുക്ക് ഉള്ളി വഴറ്റാതെ എങ്ങനെ നല്ലൊരു അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു വലിയ പ്ലേറ്റ് ആവശ്യമുണ്ട്. എന്നിട്ട് ഈ മുട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. മുട്ട പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ആവും കേട്ടോ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 6 ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഏകദേശം ഗ്രേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊരു 1.25 കപ്പ് ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ, സവാള. പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഞാനുള്ളത്, മല്ലിച്ചപ്പ് വണ്ടിക്ക് അതും ഇടാം കേട്ടോ. ഞാനിവിടെ കറിവേപ്പില എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വേണ്ടത്. എൻ്റെ അടുത്ത് പേസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ചതുക്കിയിട്ട് അരച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഇടാം. അതിനായിട്ട് ആദ്യമായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടണം. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുക്കണം. പിന്നെ അതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. മുട്ട കലങ്ങുന്ന പോലെ മിക്സ് ചെയ്യാൻ പാടില്ല, ഒരു മയത്തിലൊക്കെ ചെയ്യാം. പിന്നെ അതിനൊരു ചെറിയ ചെറിയ ബോളുകളാക്കി ഇങ്ങനെ മാറ്റി വെക്കുക. ഞാനിവിടെ എല്ലാം ബോളാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ കോൺഫ്ലവറും റൊട്ടിപ്പൊടിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ മുക്കി നേരെ എണ്ണയിലൊക്കെ കിട്ടും. കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം വേവിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ടുണ്ട്. ഒരു ഭാഗം നല്ല രീതിയിലൊന്ന് ബ്രൗണിഷായി വന്നിട്ടുണ്ട്. ഞാൻ മെല്ലനെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. കുറച്ചധികം നേരം ഒന്ന് അങ്ങനെ വെന്ത് വരട്ടെ കേട്ടോ. കട്ട്ലൈറ്റ് ഒന്നും എടുക്കുന്ന പോലെ പെട്ടെന്ന് എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരി വെക്കാം. പിന്നെ അടുത്തത് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതവിടെ കിടന്ന് വേട്ടെ. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള എഗ്ഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് ഒക്കെ നമുക്കൊരു സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. മസാലയാക്കുക അങ്ങനത്തെ പണിയൊന്നും ഇതിനില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. Okay, bye.